ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കൊഞ്ച് ഫ്രൈ ആണ്. ആദ്യം തന്നെ ഞാൻ കുറച്ച് കൊഞ്ച് വെള്ളത്തിലിട്ട് നല്ലതുപോലെ അതിന്റെ തോടൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ഫുള്ളും ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഫുള്ളും ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കൊഞ്ചിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ അഴുക്കൊക്കെ കളയണം. എന്നിട്ട് ഒരു 3-4 വെള്ളം നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മസാലകൾ ആഡ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കൊഞ്ചിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കാശ്മീർ ചില്ലിയും, പിന്നെ കുറച്ച് ഗരം മസാലയും വേണമെങ്കിൽ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, പിന്നെ കുറച്ച് ഒരു പിടി കരിയാപ്പിലയോട് ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 20-25 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഒരു പാൻ ഒന്ന് ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ കൊഞ്ചും കൂടെ ഒന്ന് ആഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു അടപ്പ് വെച്ച് നല്ലപോലെ മൂടി വെച്ചിട്ട് കൊഞ്ചൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കണം. കൊഞ്ചിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റുന്നവരെ നമ്മൾ ഒന്ന് വേവിച്ചെടുക്കണം. അടുക്കി പിടിക്കാതെ ഇടയ്ക്കൊന്ന് ഇളക്കിയും കൊടുക്കണം. അങ്ങനെ ഇളക്കി കൊടുത്ത് വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സൈഡും കരിഞ്ഞു പോകാനോ ഒക്കെ ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെ നല്ലതുപോലെ ഇളക്കി നമ്മുടെ കൊഞ്ച് ഫ്രൈ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഒരു സവാള വെച്ച് കുറച്ച് ഡെക്കറേറ്റും കൂടി ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കൊഞ്ച് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.